എല്ലാവർക്കും ശിങ്കുവന്മയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി സദ്യയിലെ ഒരു പ്രധാന വിഭവമായിട്ടുള്ള പൈനാപ്പിൾ പച്ചടിയാണ്. അപ്പോൾ ഈ പൈനാപ്പിൾ പച്ചടി വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. ഇനി നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്താനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പകുതി കഷ്ണം വെച്ചിട്ടാണ് കേട്ടോ പച്ചടി തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇങ്ങനെ ഈ ഒരു പകുതി കഷ്ണം വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് കളഞ്ഞെടുക്കണം. അങ്ങനെ ഇതിനെ ഞാനിവിടെ തൊലിയെല്ലാം കളഞ്ഞ് ഇതേ ഒരു പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് നടുവൊന്ന് മുറിച്ച് നല്ല രീതിയിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇതിൻ്റെ നടുക്കിലുള്ള കട്ടിയുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം നമുക്കിത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിനെ വളരെ നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അങ്ങനെ നമ്മുടെ പൈനാപ്പിളൊക്കെ കൂടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഇതേ ഒരു ചട്ടിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു കഷ്ണം പച്ചമുളക്. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി. ഇതിലേക്ക് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇത്രയും ശർക്കരയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പൈനാപ്പിൾ മധുരമുള്ള ഒരു കറി ആയതുകൊണ്ട് തന്നെ ഇത്രയും ശർക്കരയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതവിടെ നിന്ന് വെന്ത് വരട്ടെ. അതിന് മുന്നായിട്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പം അതിനായിട്ട് അരക്കപ്പ് തേങ്ങ ചിരകിയതിലേക്ക് ആദ്യം തന്നെ കടുകും കുറച്ച് ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ വെന്ത പൈനാപ്പിളിലേക്ക് ഈ അരപ്പും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് അത്യാവശ്യം പുളിയുള്ളൊരു തൈരാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് മിക്സിയുടെ ജാറിലൊന്ന് കറക്കിയതിന് ശേഷം ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിളച്ചൊന്ന് കുറുകി വന്നാൽ ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് താളിക്കാനായിട്ട് കോക്കനട്ട് ഓയിലാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തുള്ളത്. അതിലേക്ക് കടുക് ഇടാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അത് നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്തിട്ട് അതിനൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡിയാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടും പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമ്മുടെ വിഷു ഒക്കെ ഇനി വരാൻ പോവാണ്. അപ്പോൾ എല്ലാവരും സദ്യ ഉണ്ടാക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പൈനാപ്പിൾ പച്ചടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയിപ്പോൾ വിഷു വരേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. പൈനാപ്പിൾ എപ്പോഴാണ് ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടൈമിൽ നിങ്ങളൊന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്പെഷ്യൽ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.